another microphone coming for you again. Thank you. Should there be any problem, he will call me. Okay. Do you want me to cover the 34 things? You can. Good evening. As we get started tonight, Pastor has asked me with a mention this morning that I said that there are 34 major, not all, but major events associated with Jesus' last week. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലങ്ങളിൽ ഒടുവിലത്തെ ഒരാഴ്ചയിൽ നടന്ന സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 34 വ്യത്യസ്ത കാര്യങ്ങൾ സംഭവിച്ചതിനെക്കുറിച്ച് രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ അതൊന്ന് ലിസ്റ്റ് ചെയ്യാമോ എന്നോട് ആവശ്യപ്പെട്ടു. അത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. So I will take just a few minutes to go over that list with you, and we will not be referring to all Gospels, only the Gospel of Mark. എല്ലാ സുവിശേഷങ്ങളും റെഫർ ചെയ്യാതെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് മാത്രം ഈ 34 കാര്യങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് ഞാൻ കാഴ്ചവെക്കുവാൻ ആഗ്രഹിക്കുന്നു. Okay, event number 1 can be found in chapter number 11 of Mark. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആദ്യത്തെ സംഭവം കാണുവാൻ സാധിക്കും. In fact, events number 1 through 5 are in chapter 11. ആദ്യത്തെ 5 സംഭവങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. You will see event number 1 in approximately verse 5 through 9 concerning the triumphant entry into Jerusalem. യെരൂശലേമിലേക്ക് കഴുതക്കുട്ടിയുടെ മേൽ പ്രവേശനം ചെയ്യുന്ന ആദ്യത്തെ സംഭവം 11-ാം അധ്യായത്തിന്റെ 5 മുതൽ ഉള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. The second event is when he went back to Bethany that evening. He cursed the fig tree, verse number 11, or verse number 12 and 13. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം ബethനിയിലേക്ക് മടങ്ങി പോകുമ്പോൾ അത്തിവൃക്ഷത്തെ ശപിച്ച ആ സംഭവം 12ഉം 13ഉം വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. Event number 3, verse number 15, 16 and 17. 15, 16, 17 വാക്യങ്ങളിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭവം കാണുവാൻ സാധിക്കും. And this is what we spoke about this morning. ഇന്ന് രാവിലെ ആദ്യത്തെ സെഷനിൽ അതിനെക്കുറിച്ച് സംസാരിക്കുവാനിടയായി. About Jesus casting out of the money changers. ആലയം ശുദ്ധീകരിക്കുന്ന ആ പ്രത്യേക സംഭവം കാണുവാനിടയായി. The fourth event we also referred to, which is verses number 22 through 24. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ സംഭവിച്ച സംഭവം കാണുവാനിടയായി. And this talks about the mustard seed and bringing the mountains down. കടുകുമണിയോളം വിശ്വാസം പർവ്വതത്തെ മാറ്റുവാൻ ശക്തമാണ് എന്നുള്ള വസ്തുത യേശുക്രിസ്തു പഠിപ്പിച്ചത്. And in the fifth event, we look at that in beginning of verse number 29. 29-ാം വാക്യം മുതൽ 5-ാമത്തെ ഭാഗം കാണുവാൻ സാധിക്കും. And through the rest of the chapter. ആ അധ്യായം തീരുന്നിടം വരെയും ആ പ്രധാനപ്പെട്ട സംഭവമാണ് യേശുവിന്റെ അധികാരത്തെ കുറിക്കുന്നത്. And that's when Jesus was given authority to his disciples. ആ സമയത്താണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് അധികാരം കൈമാറുന്ന ആ സംഭവം അവിടെ കാണുവാൻ സാധിക്കും. The sixth event is in chapter number 12. 12-ാം അധ്യായത്തിൽ 6-ാമത്തെ സംഭവം കാണാം. And this was the excellent parable that he spoke about the rich ruler who went to a far country and left the stewardship of that in the hands of servants who killed his own son. ധനവാനായ ഒരു കുലീനനായ ഒരു മനുഷ്യൻ തന്റെ സമ്പത്തൊക്കെയും തന്റെ പാട്ടക്കാരെ ഏൽപ്പിച്ച് ദൂരദേശത്തേക്ക് പോകുകയും അവർ തന്റെ മകനെ കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഉപമ കർത്താവായ യേശു പഠിപ്പിച്ചത് കാണുവാൻ സാധിക്കും. The seventh event is in chapter 12 verses number 15 through 17. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഏഴാമത്തെ പ്രധാനപ്പെട്ട സംഭവം. That's when Jesus made the very powerful statement, render unto Caesar that which is Caesar. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക എന്ന കർത്താവിന്റെ വാക്കുകൾ. And the next one is verse or the
number 8th event is in the same chapter of chapter 12. 12-ാം അധ്യായത്തിൽ 8-ാമത്തെ സംഭവം കാണുവാൻ സാധിക്കും. And there Jesus, for the first time, compared himself to that God who is eternal. നിത്യനായ സർവശക്തനായ ദൈവവുമായി തന്നെ താൻ തുലനം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ വാക്കുകൾ ഈ അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. The 9th event in verse number 30 and 33, 30 and 31, Jesus spoke of the great commandment. ഏറ്റവും വലിയ കൽപ്പനയെക്കുറിച്ച് 30-ഉം 31-ഉം വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കും. Love your neighbor, love the Lord your God, and love your neighbor as yourself. നിന്റെ കർത്താവായ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ ഭാഗം. The 11th major event is when Jesus was approached about is he really the Son of God, the Son of David? ദാവീദിന്റെ പുത്രനാണോ നിത്യനായ ദൈവത്തിന്റെ പുത്രനായി തന്നെത്താൻ പറയുന്നതിനെ കുറിച്ച് തന്നോട് ചോദിക്കുന്ന ഭാഗം അടുത്തതായി കാണുവാൻ സാധിക്കും. The 12th event, verse number 42 through 44. 12-ാമത്തെ ആ പ്രത്യേക കാര്യം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ We generally refer to this as the lesson of the widow's mite. ആ വിധവയുടെ രണ്ട് കാശിനെ കുറിച്ചുള്ള ഉപമ കാണുവാൻ സാധിക്കും. ആ ചരിത്രം കാണുവാൻ സാധിക്കും. The 13th event is in 13th chapter. 13-ാമത്തെ സംഭവം 13-ാമത്തെ അധ്യായത്തിൽ Jesus was asked concerning when the temple would be destroyed and when his coming would be. കർത്താവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചും ആലയം നശിപ്പിച്ചു കളയുന്നതിനെക്കുറിച്ചും ഒക്കെ കർത്താവിന്റെ വാക്കുകൾ 13-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കുവാൻ The സാധിക്കും. 14th event covers the remainder of chapter 13. We call it the Olivet Discourse. ഒലിവ് മലയിലുള്ള നടന്ന പ്രഭാഷണമായി 13-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കാണുവാൻ സാധിക്കും. On the 15th event is in chapter 14. 14-ാം അധ്യായത്തിൽ 15-ാമത്തെ സംഭവം കാണുവാൻ സാധിക്കും. At the home of Simon the leper, verses number 3, 4, 5, Jesus was anointed by Mary. ഷീമോൻ എന്ന കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ മറിയ യേശുവിനെ അഭിഷേകം ചെയ്യുന്ന ആ പ്രത്യേക ഭാഗം കാണുവാൻ സാധിക്കും. Immediately thereafter, the 16th event, Judas went out to betray Jesus. ഉടനെ തന്നെ 16ാമത്തെ സംഭവം ഇസ്കറിയത്തായ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന സംഭവം. The 17th event is in verses number 13 through 15 of chapter 14, the preparation for the Last Supper. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പെസഹായുടെ പെസഹ ആചരിക്കുവാൻ നടത്തുന്ന ക്രമീകരണങ്ങൾ. The 18th event is at the Last Supper the announcement that one of them would betray him. 18-ാമത്തെ സംഭവം ഒന്നിച്ച് അത്താഴം കഴിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറയുന്ന യേശുവിന്റെ വാക്കുകൾ. At that same Last Supper, the 19th event is Peter himself was told that before the cock crows you'll deny me at least 3 times. 19-ാമത്തെ സംഭവം പത്രോസിനോട് യേശു പറയുന്നു, ഈ രാത്രിയിൽ കോഴി കൂവുന്നതിന് മുൻപേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. The 20th event is Jesus's passion in the Garden of Gethsemane. 20-ാമത്തെ സംഭവം ഗത്സമനെ തോട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയും അനുഭവവും. The 21st event is Judas leading those to the garden to arrest Jesus. 21-ാമത്തെ സംഭവം യൂദാസ് ഇസ്കറിയത്തായ യൂദ യേശുവിനെ അറസ്റ്റ് ചെയ്യുവാൻ പട്ടാളക്കാരുമായി ഗാർഡനിലേക്ക് വരുന്ന സംഭവം. The 22nd event, Jesus was led to the house of Annas as well as the house of Caiaphas for the first trial. ആദ്യത്തെ വിസ്താരണത്തിനായി കയ്യാഫാവിന്റെയും ആ കോർട്ടിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്നതാണ് അടുത്ത സംഭവം 21. The 23rd event is Jesus actually was accused of blasphemy. 23-ാമത്തെ സംഭവം യേശു ക്രിസ്തുവിനെ ബ്ലാസ്ഫമി ദൈവദൂഷണം പറയുന്നതിന് പറഞ്ഞു എന്ന് ആരോപിച്ചു. Or accusing putting himself in the place of God. ദൈവത്തോട് തന്നെത്താൻ തുല്യനായി തന്നെ പ്രഖ്യാപിച്ചു എന്നുള്ള ആ കുറ്റം ആരോപിച്ചു. The 24th event was
Peter's actual betrayal, or Peter's actual denial. 24ാമത്തെ സംഭവം പത്രോസ് യേശുവിനെ തള്ളി പറയുന്നത്. The 25th event begins with chapter 15. 25ാമത്തെ സംഭവം 15ാം അധ്യായത്തിൽ ആരംഭിക്കുന്നു. Jesus' first appearance before Pilate. യേശുവിനെ ആദ്യമായി പീലാത്തോസിന്റെ മുൻപിൽ കൊണ്ടുവരുന്നു. The 26th event. 26ാമത്തെ സംഭവം the people themselves were told, Pilate told them to take him away, to crucify him, to kill him. പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി ക്രൂശിക്കുവാൻ ജനത്തോട് പറയുന്ന ഭാഗം. And it was there that Barabbas was released. അവിടെ ബറബാസിനെ സ്വതന്ത്രനായി പറഞ്ഞയച്ചു. The 27th event is not detailed much in Mark, but it is the scourging of Jesus. 26ാമത്തെ പ്രത്യേക സംഭവം മർക്കോസിന്റെ സുവിശേഷത്തിൽ അധികം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. മറ്റു സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും, പക്ഷേ അത് യേശുവിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ആ പ്രത്യേക സംഭവമാണ്. The 28th event is recorded in verse number 16 through 19. Jesus was mocked by the soldiers, and the crown of thorns was given to him. 26ാമത്തെ സംഭവം 16ാമത്തെ വാക്യം മുതൽ 15ാം അധ്യായത്തിന്റെ 16ാം വാക്യം മുതൽ യേശുവിനെ മുൾക്കിരീടം അണിയിച്ച പടയാളികൾ. The 29th event, he was led away to be crucified, and Simon of Cyrene helped him with his cross. 29ാമത്തെ സംഭവം 21ാം വാക്യം മുതൽ ക്രൂശിക്കപ്പെടുവാനായി യേശുവിനെ കൊണ്ടുപോകുന്നു. ശിമയോൻ എന്ന വ്യക്തി യേശുവിന്റെ ക്രൂശ് എടുക്കുന്നു. The 30th event, he was crucified. 30ാമത്തെ സംഭവം യേശുവിനെ ക്രൂശിച്ചു. The 31st event is when Pilate wrote the accusation and put it above his head that he is the king of the Jews. 31ാമത്തെ സംഭവം പീലാത്തോസ് യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവെന്ന് തന്നെക്കുറിച്ചുള്ള ആരോപണം എഴുതി വെക്കുന്ന സംഭവം. The 32nd event is the death of Jesus. 32ാമത്തെ സംഭവം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം. The 33rd event is the burial of Jesus. 33 യേശുക്രിസ്തുവിന്റെ ശരീരം കല്ലറയിൽ വെക്കുക, ശവസംസ്കാരം, ശവം കല്ലറയിൽ വെക്കുക. And then the 34th event is the resurrection of Jesus. 34 കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. Now we can also add a 35th to that, and that's his post-resurrection 40-day ministry. 35ാമത്തെ ഒരു സംഭവം കൂടെ നമ്മൾക്ക് ഇതിനോട് ചേർന്ന് പഠിക്കാൻ സാധിക്കും. യേശുക്രിസ്തു എഴുന്നേറ്റതിന് ശേഷം 40 ദിവസങ്ങൾ ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച ശുശ്രൂഷയും ഈ കൂട്ടത്തിൽ പഠിക്കുവാൻ സാധ്യതയുണ്ട്. This evening we want to cover number 30 30ാമത്തെ സംഭവം ഇന്ന് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. and number 34. 30ഉം 34ഉം. And we will cover that by reading one verse of scripture in the 15th chapter of Mark. മർക്കോസിന്റെ സുവിശേഷം 15ാം അധ്യായത്തിൽ കാണുന്ന ഒരു വാക്യം വായിച്ച് നമ്മൾ ആരംഭിക്കുവാൻ പോകുന്നു. Verse number 25. 25ാം വാക്യം. 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. And in the 3rd hour they crucified him. 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. The word of God is very specific in some details concerning the crucifixion. ക്രൂശീകരണത്തെ കുറിക്കുന്ന ചില വ്യക്തമായ ഭാഗങ്ങൾ വചനത്തിൽ കാണുവാൻ സാധിക്കും. But out of the details it is not. പക്ഷേ എല്ലാ വിവരണങ്ങളും ഇല്ലതാനും. For the sake of time we will go directly to the condemnation of Jesus. യേശുക്രിസ്തുവിനെ കുറ്റം വിധിക്കുന്ന ഭാഗത്തേക്ക് സമയത്തിന്റെ ചുരുക്കം നിമിത്തം പെട്ടെന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നു. As all of you probably know, he was betrayed by Judas and arrested in the Garden of Gethsemane while he was in prayer. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്കറിയോത്തായ യൂദ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുകയും ഗത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവായ യേശുവിനെ പടയാളികൾ പിടിക്കുകയും ചെയ്തു. For the next number of hours and perhaps days, he was belittled, lied about, false witness and ridiculed by the religious leaders. വരുന്ന ചില മണിക്കൂറുകൾ, ഒരുപക്ഷേ ചില ദിവസങ്ങൾ തന്നെ പല കോടതികളിലായി കർത്താവായ യേശുവിനെ കളിയാക്കുകയും കുറ്റമാരോപിക്കുകയും നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത് കാണുവാൻ സാധിക്കും. Finally he was brought before Pilate. ഒടുവിലായി പീലാത്തോസിന്റെ മുൻപിൽ ഹാജരായി. And Pilate sought to release him. പീലാത്തോസ് അവനെ വിടുവിക്കുവാൻ ആഗ്രഹിച്ചു. I find nothing wrong with this man. ഈ
ഈ വ്യക്തിയിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, nothing worthy of death. മരണത്തിന് യോഗ്യമായ യാതൊന്നും കാണുന്നില്ല. He was sent to Herod Antipas, ഹെരോദാവിന്റെ അടുക്കൽ തന്നെ അയച്ചു. and who was in Jerusalem on that day. ആ ദിവസം ഹെരോദാവ് യെരൂശലേമിലായിരുന്നു. Herod agreed there was nothing worthy of death in this man. ഈ മനുഷ്യനിൽ മരണയോഗ്യമായ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് ഹെരോദാവ് പറഞ്ഞു. As far as he is concerned, he should be set free. തന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയെ, യേശുവിനെ സ്വതന്ത്രമായി പറഞ്ഞയക്കാം. So he was sent back to Pilate. അങ്ങനെ പീലാത്തോസിന്റെ അടുക്കൽ വീണ്ടും ഈ വ്യക്തിയെ പറഞ്ഞയച്ചു. It was at that time that Barabbas was set free in Jesus' place. യേശുവിന്റെ സ്ഥാനത്ത് ബറബാസിനെ പറഞ്ഞയച്ച ചരിത്രം അവിടെ കാണുവാൻ സാധിക്കും. Barabbas was a criminal. ബറബാസ് ഒരു കുറ്റവാളിയായിരുന്നു. Contrary to Jesus' innocence. യേശുവിന്റെ ആ നിഷ്കളങ്കത്വത്തിനെതിരായി Barabbas was responsible for the death of many Roman soldiers. ബറബാസ് അനേക റോമൻ പടയാളികളുടെ മരണത്തിന് ഹേതുവായ ഒരു വ്യക്തിയായിരുന്നു. And innocent citizens. അനേക നിഷ്കളങ്കരായ ആൾക്കാരുടെ മരണം ഇയാൾ നിമിത്തം നടന്നു. He was in prison awaiting crucifixion himself. ഈ ബറബാസ് കാരാഗ്രഹത്തിൽ ക്രൂശീകരണം കാത്തുകിടക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. But the crowd who were incited by the religious leaders said, "Give us Barabbas." പക്ഷേ മതനേതാക്കന്മാരുടെ വാക്കുകളാൽ സ്വാധീനിക്കപ്പെട്ട ജനം പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മടക്കിത്താ. Pilate says, "What do I do with this Jesus? Your king." പീലാത്തോസ് ചോദിക്കുന്നു, നിങ്ങളുടെ രാജാവായ ഈ യേശുവിൻ ഞാൻ എന്ത് ചെയ്യണം? We have no king but Caesar. ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല. Let him be crucified. ഈ വ്യക്തിയെ, യേശുവിനെ ക്രൂശിക്കുക. Now, crucifixion was for the most hardened of criminals. ഏറ്റവും കഠിനമായ ശിക്ഷയായിരുന്നു ക്രൂശീകരണം. But it was also for those who were convicted of treason. മാത്രമല്ല, രാജ്യദ്രോഹം എന്ന കുറ്റത്തിനു വേണ്ടി കുറ്റം വിധിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമായി കൊടുത്തിരുന്ന ഒരു ശിക്ഷയായിരുന്നു ഈ ക്രൂശീകരണം. And unfortunately, Jesus was crucified because of his conviction of treason. യേശു രാജ്യദ്രോഹം ചെയ്തു എന്നുള്ള കുറ്റം തന്റെ മേൽ ആരോപിച്ച് അങ്ങനെ ക്രൂശീകരണത്തിന് അയക്കപ്പെടുവാനാണ് ആ കാലത്തിൽ ഉണ്ടായ സംഭവങ്ങൾ. So although the Jews accused him of blasphemy, യഹൂദന്മാർ ദൈവത്തിന് തുല്യമായി തന്നെത്താൻ യേശു തന്നെത്താൻ പഠിപ്പിച്ചു എന്ന ഉള്ള കുറ്റം യേശുവിന്റെ മേൽ ആരോപിച്ചെങ്കിലും that was not the reason why he was crucified. തന്നെത്താൻ ദൈവത്തിന് തുല്യനാക്കി പഠിപ്പിച്ചു എന്നുള്ള വിഷയത്തിനല്ല യേശുവിനെ ക്രൂശീകരിച്ചത്. Jesus was crucified by imperial Rome. ഇംപീരിയൽ റോമൻ സർക്കാരിന്റെ നിയമമനുസരിച്ചാണ് യേശുവിനെ ക്രൂശിച്ചത്. Not by the Jews. യഹൂദന്മാരല്ല യേശുവിനെ ക്രൂശിച്ചത്. And Jesus was crucified as an enemy of the state. റോമൻ രാജ്യത്തിന്റെ ഒരു എതിരാളി എന്ന സ്ഥാനം കണ്ടുകൊണ്ടാണ് റോമൻ സാമ്രാജ്യം യേശുവിനെ ക്രൂശിച്ചത്. And the reason why he was crucified യേശു ക്രൂശിക്കപ്പെട്ട കാരണം is because he was accused of claiming to be the king of the Jews. യഹൂദന്മാരുടെ രാജാവായി തന്നെത്താൻ പ്രഖ്യാപിച്ചു എന്നുള്ള കുറ്റത്തിനാണ് യേശുവിനെ Well, ക്രൂശീകരിച്ചത്. at that time, the king of the Jews was the imperial emperor. ആ കാലത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നത് കൈസറാണ്. And the emperor of Rome would not share with anyone. ഈ ഒരു സ്ഥാനം മറ്റൊരു വ്യക്തിയുമായി പങ്കുവയ്ക്കുവാൻ ആ സാമ്രാജ്യം സമ്മതിക്കുകയില്ല. So anyone who claimed to be the king of any people who were under submission of Rome, it was treason. ഏതെങ്കിലും റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൽ, ഒരു സംസ്കാരത്തിൽ, ഒരു പട്ടണത്തിൽ, ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ഒരു വ്യക്തി തന്നെത്താൻ ആ ചെറിയ ഗ്രൂപ്പിന്റെ രാജാവായി പ്രഖ്യാപിച്ചാൽ ആ വ്യക്തിയെ കൊന്നുകളയുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ നിയമമായിരുന്നു. Jesus did not ride into Jerusalem and proclaim himself king. ഹോശന്ന പാടിയ ആ ദിവസം യേശു തന്നെത്താൻ രാജാവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ആ യെരൂശലേം പട്ടണത്തിലേക്ക് കടന്നില്ല. But he was accused of that by the religious leaders of the Jews. പക്ഷേ യഹൂദന്മാരുടെ മത നേതാക്കൾ ഈ കാരണം ഇവനെ തന്നെ യഹൂദന്മാരുടെ രാജാവായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ മേൽ കുറ്റം ആരോപിച്ചു. But Jesus remained silent before his യേശു accusers. പീലാത്തോസിന്റെ മുൻപിൽ മൗനമായി നിന്നു. He did not try to talk his way out of the conviction. ഈ കുറ്റം ആരോപിച്ചതിൽ നിന്നും ഞാൻ ഇതിന്റെ അകത്ത് നിഷ്കളങ്കനാണ് എന്ന് തന്റെ ഭാഗം വാദിക്കുവാൻ യേശു വാതുറന്നില്ല. And he, being innocent,
was prepared to take the full penalty associated with the death. ഈ മരണം സ്വീകരിക്കുവാൻ പൂർണ്ണ ക്രമീകരണത്തോടെ തയ്യാറെടുപ്പോടുകൂടെ യേശു മൗനമായി തന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിന് മറുപടി പറയാതെ നിൽക്കുന്നു. Anyone who was accused of treason, it was mandatory that they become scourged. രാജ്യദ്രോഹത്തിന് വേണ്ടി കുറ്റം വിധിക്കപ്പെട്ട വ്യക്തിയെ കഠിനമായി ശിക്ഷിക്കണം. ആ വ്യക്തി ചാട്ടവാറിനാലുള്ള അടികൊള്ളണം എന്നുള്ളത് രാജ്യത്തിന്റെ നിയമമായിരുന്നു. That was not an option. അതിന്റെ അകത്ത് യാതൊരു തിരഞ്ഞെടുപ്പിന്റെയും സാധ്യതയില്ല. Even Pilate himself could not eliminate that part of the punishment. ക്രൂശീകരണത്തിന് മുൻപേ ശിക്ഷയുടെ ഈ ഭാഗം ചാട്ടവാറിനാലുള്ള അടിയും ആ ഭാഗത്തെ പീലാത്തോസിന് പോലും മാറ്റിക്കളയുവാൻ അധികാരമില്ല. Now, according to most recent, not ancient, but most recent Christian tradition, പണ്ടത്തെ ക്രിസ്തീയ പാരമ്പര്യവും അവരുടെ അറിവുമല്ല, പകരം ഈ കാലങ്ങളിൽ ഏറ്റവും ഈ ഒടുവിലത്തെ കാലങ്ങളിൽ ക്രിസ്തീയ സംസ്കാരത്തിൽ വിശ്വസിച്ചു വരുന്നത്, we have the opinion that Jesus was punished according to Jewish law. നമ്മൾ എങ്ങനെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് യേശു ക്രൂശിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു. Well, Jesus was a Jew. യേശു ഒരു യഹൂദനായിരുന്നു. But he was being punished by Roman law. പക്ഷേ യഹൂദന്മാരുടെ നിയമം അനുസരിച്ചല്ല, റോമൻ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ചാണ് യേശു ശിക്ഷിക്കപ്പെട്ടത്. The scourging was according to Roman law. ഈ ചാട്ടവാറിനാലുള്ള അടി യഹൂദന്മാരുടെ ചാട്ടവാറല്ല, പകരം റോമൻ പട്ടാളത്തിന്റെ ചാട്ടവാറാണ്. The Roman law commanded that anyone guilty of stealing from Rome or stealing from the Roman treasury received 50 stripes. റോമൻ സർക്കാരിന്റെ ഭണ്ഡാരത്തിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ടാക്സ് വെട്ടിക്കുകയോ എങ്ങനെയെങ്കിലും റോമൻ സർക്കാരിന്റെ പണം അവർ കൈവശമാക്കിയാൽ 50 അടി അവർക്ക് ആ നിയമം അനുസരിച്ച് ലഭ്യമാകും. Now, Jewish law says that a man would be beaten with 39 stripes. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് 39 അടിയാണ് യഹൂദന്മാരുടെ നിയമം. And those 39 stripes are with a whip with a single leather strap. ഈ 39 അടി എന്നുള്ളത് ആ ചാട്ടവാറിന്റെ പ്രത്യേകത, അതിന് ഒരു വാർ മാത്രമേ ഉള്ളൂ. This was the law of Moses. ഇത് മോശയുടെ നിയമമായിരുന്നു. And it had been this way for many centuries. അനേക നൂറ്റാണ്ടുകളായി ഈ നിയമം നിലവിലിരുന്നു. But Jesus was not subject to Jewish law. പക്ഷേ യേശുവിന്റെ ശിക്ഷ യഹൂദന്മാരുടെ നിയമം അനുസരിച്ചുള്ളതല്ലായിരുന്നു. Jesus was subject to Roman law. യേശു റോമൻ പട്ടാളത്തിന്റെ നിയമത്തിന് കീഴ്പ്പെട്ടു. And the Romans did not abide by the rules of the Jews. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് റോമൻ പട്ടാളം ഒരിക്കലും അവരുടെ കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. They are the ones that established the rules. അവരാണ് അവരുടെ നിയമങ്ങൾ ഉറപ്പാക്കിയത്. And anyone who is accused of treason and anyone who is to be crucified for treason, രാജ്യദ്രോഹം എന്ന കുറ്റത്തിന് ആരെയെങ്കിലും ക്രൂശിക്കുകയോ അതിനു മുൻപുള്ള ശിക്ഷകൾ നൽകുകയോ ചെയ്താൽ, according to Roman law, റോമൻ നിയമം അനുസരിച്ച് received 100 stripes. അവർക്ക് 100 അടി ലഭിക്കണമെന്ന് റോമൻ നിയമമാണ്. But it wasn't with a single whip. അത് ഒരു വാറുള്ള ചാട്ടയുമായിട്ടല്ല. The Romans used a phaleum. ഫിലയൻ എന്ന ഒരു ഉപകരണം, ഒരു ചാട്ടയാണ് റോമൻ പട്ടാളം ഉപയോഗിച്ചു A വന്നത്. phaleum had a handle. ഫിലയം എന്നുള്ള ആ ചാട്ടവാറിന് ഒരു ഹാൻഡിൽ ഉണ്ട്. And from that handle there went sometimes 9 to as many as 12 different individual straps. ആ ഒരു ഹാൻഡിലിൽ നിന്നും 9നും 12നും ഇടയ്ക്ക് ഏതെങ്കിലും ഒരളവിൽ പല വാറുകളായി, അതിനെ പല ഭാഗങ്ങളായിട്ടുള്ള പല വാറുകളുള്ള ചാട്ടയായിരുന്നു റോമൻ പട്ടാളം ഉപയോഗിച്ചത്. But those straps were not flat leather. ആ വാറുകൾ വെറും ലെതർ അല്ലായിരുന്നു. They were braided like a woman braids her hair. സ്ത്രീകൾ അവരുടെ മുടി പിന്നുന്നത് പോലെ ആ വാറുകൾ പിന്നിയിരുന്നു. And within these braids there was also braided in with that pieces of bone, pieces of pottery, and at the very end pieces of steel. ഈ വാറുകൾ ഇങ്ങനെ ചുറ്റി കെട്ടിവെച്ചിരുന്നതിനിടയിൽ അസ്ഥി കഷ്ണങ്ങൾ, അതുപോലെ വ്യത്യസ്തമായ കട്ടിയുള്ള വസ്തുക്കൾ അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. And so when Jesus received the 100 stripes,
100 പ്രാവശ്യം യേശുവിനെ അവർ അടിച്ചു. ഓരോ അടിക്കും You multiply the 100 by at least 9, perhaps as many as 12, and you'll know the type of beating Jesus received. 100 അടി എന്ന് പറയുമ്പോൾ 100 ഗുണം ഏറ്റവും കുറഞ്ഞത് 9 വാറുകൾ, ഒരുപക്ഷെ 12 വാറുകൾ വരെയുള്ള ചാട്ടവാറാണ് ആ കാലത്തുണ്ടായിരുന്നത്. ഏറ്റവും കുറഞ്ഞത് 100 ഗുണം 9, അത്രയും അടിയാണ് യേശുവിന്റെ ശരീരത്തിൽ കൊണ്ടത്. Now, prisoners who were convicted of treason received an additional special treatment. രാജ്യദ്രോഹത്തിന് പിടിക്കപ്പെട്ട കുറ്റവാളികൾക്ക് പ്രത്യേകതരം മറ്റൊരു ട്രീറ്റ്മെന്റും ലഭിക്കും. Because these people, they tried to kill them with the scourging. ഈ അടി കൊടുക്കുമ്പോൾ തന്നെ അവരെ എങ്ങനെയെങ്കിലും കൊന്നുകളയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി അവരടിക്കും. It was expensive to crucify someone. കാര്യം ഒരു വ്യക്തിയെ ക്രൂശീകരിക്കണമെങ്കിൽ അതിന് വളരെ ചിലവുണ്ട്. So if the victim could be killed by scourging before the crucifixion, it would save Rome lots of money. ഈ ഒരു കുറ്റവാളിയെ ചാട്ടവാറ് വെച്ച് അടിക്കുമ്പോൾ തന്നെ ക്രൂശീകരണത്തിന് മുൻപേ ആ വ്യക്തി മരിച്ചാൽ റോമൻ ആൾക്കാർക്ക് വളരെ പണം ലാഭിക്കുവാൻ സാധിക്കും. And there were 3 men who did the scourging. 3 പേർ നിന്നാണ് ചാട്ടവാറ് വെച്ച് അടിക്കുന്നത്. But before the scourging took place, then the prisoner, in this case Jesus, had to be prepared. ഈ 3 പേർ ചേർന്ന് മൊത്തത്തിൽ 100 അടി കൊടുക്കുമ്പോൾ, ആ അടി അടിക്കുമ്പോൾ അതിന് മുൻപേ ഈ സാഹചര്യത്തിൽ കർത്താവായ യേശുവിനെ അവർ ക്രമീകരിക്കും, ഒരുക്കിയതിനു ശേഷം മാത്രമേ അടിക്കുവാൻ സാധിക്കുകയുള്ളൂ. There were 2 ways that scourging took place. 2 തരത്തിൽ ചാട്ടവാർ വെച്ച് അടി നടക്കും. One is that a person was held by his wrist above his head. ആദ്യത്തേത് കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി അത് മുകളിലോട്ട് മാറ്റി വെച്ച് അങ്ങനെ നിർത്തിക്കൊണ്ട് അടിക്കുക. And he would be swinging by his wrist. ആ കൈകൾ കെട്ടപ്പെട്ടവനായി അവിടെ കിടന്ന് പെടയും. Those who received 50 stripes were beaten in this way. 50 അടികൾ ലഭിക്കുന്നവർ ഇങ്ങനെ കെട്ടിത്തൂക്കിയാണ് അടി കൊണ്ടത്. But Jesus was to receive 100. പക്ഷേ യേശു 50 അടിയല്ല കൊണ്ടത്. കാര്യം രാജ്യദ്രോഹത്തിന് ഉള്ള ആ കുറ്റത്തിന് 100 അടി കൊള്ളണം. And so that manner of beating meant that he was bent over a stone pedestal about this tall. ഈ ഉയരം വരുന്ന ഒരു കല്ലും കൊണ്ടുണ്ടാക്കിയ ഒരു മേശയുടെ മേൽ ആ കുറ്റവാളിയെ കിടത്തി ആ കിടക്കുന്ന കിടപ്പിലാണ് അടി കൊടുക്കേണ്ടത്. And when he was bent over this, his wrists were chained to his ankles so that he wouldn't go away. ഈ മേശയുടെ മേൽ ഇങ്ങനെ കിടത്തുമ്പോൾ ആ കൈയും കാലും ഒരുമിച്ച് കെട്ടും. കാര്യം ഈ വ്യക്തി ഇറങ്ങി ഓടിപ്പോകരുത്. Now, the 3 men who were chosen to do the whipping normally came from the gladiator pool. ഗ്ലാഡിയേറ്റേഴ്സ് എന്ന പേരുള്ള ഒരു പ്രത്യേകം തരം ആൾക്കാരുണ്ട്, യുദ്ധത്തിന്റെ അഭ്യാസമുള്ളവർ. ആ ആൾക്കാരാണ് സാധാരണമായി ഈ ചാട്ടവാറ് വെച്ചുള്ള അടികൾ ചെയ്യുന്നത്. Now, gladiators were slaves. ഈ ഗ്ലാഡിയേറ്റേഴ്സ് എന്നുള്ളവർ അവർ അടിമകളായിരുന്നു. And Caesar gave these specially picked gladiators the opportunity to buy their freedom. ഈ ഗ്ലാഡിയേറ്റേഴ്സിന് കൈസർ ഒരു പ്രത്യേക അനുവാദം കൊടുത്തിരുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവസരമാണിത്. Each one of these men had allotted 10 stripes with the whip. ഈ ചാട്ടവാറും കൊണ്ട് 10 പ്രാവശ്യം നിങ്ങൾക്ക് അടിക്കുവാൻ And അനുവാദമുണ്ട്. after their allotted stripes, then the next man would have his 10. രണ്ടാമത്തെ വ്യക്തി തനിക്ക് ലഭിച്ച 10 അടിയുടെ അവസരം അവൻ ഉപയോഗിക്കണം. At the end of the first session, if the prisoner was still alive, they began the process again. ആദ്യത്തെ 30 അടിക്ക് ശേഷം ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ വീണ്ടും ആദ്യം അടിച്ച ആൾ വീണ്ടും 10 അടിക്ക് ഒരുങ്ങും. Now, if the prisoner could die at the hands of the person that's given the whipping, it would save Rome lots of money. ഈ ചാട്ടവാറും കൊണ്ട് അടിക്കുമ്പോൾ തന്നെ ഈ കുറ്റവാളി മരിച്ചെങ്കിൽ റോമൻ സർക്കാരിന് വളരെ പണം ലാഭിക്കാൻ സാധിക്കും. And with that savings of money, they were more than willing to give the person who killed the prisoner a reward. ഈ ചാട്ടവാറും കൊണ്ട് അടിച്ച് കൊന്ന വ്യക്തിക്ക് അതിന് പ്രതിഫലം കൊടുക്കുവാൻ അവർ ആഗ്രഹിച്ചു. So if the slave who is administering his 10 allotted stripes, if he could kill the prisoner with his allotment, he would receive a reward. ആദ്യം അടിക്കുന്ന വ്യക്തിയോ ഇല്ലെങ്കിൽ ഈ 10 അടികൾ കൊടുക്കുന്ന വ്യക്തി
എങ്ങനെയെങ്കിലും ആ അടിക്കുമ്പോൾ ഈ മനുഷ്യൻ ഈ കുറ്റവാളി മരിച്ചാൽ ആ വ്യക്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. And if they could kill the prisoner, then that man who did the killing would receive a choice, either 1 talent of gold or the prisoner's weight in silver. ഈ വ്യക്തിക്ക് 2 സാധ്യതകൾ മുൻപിലുണ്ട്. ഒന്നിൽ 1 താലന്ത് പൊന്ന്, ഇല്ലെങ്കിൽ ഈ മരിച്ച വ്യക്തിയുടെ ശരീരത്തിന്റെ തൂക്കത്തിനനുസരിച്ച് വെള്ളി കൊടുക്കും. And it was sufficient money for that slave to buy his freedom and to live a very comfortable life for the rest of his life. ആ പണമുണ്ടെങ്കിൽ ഈ മനുഷ്യന് അവന്റെ സ്വാതന്ത്ര്യം പണം കൊടുത്ത് വാങ്ങിക്കുവാനും സാധിക്കും. അതിനുശേഷം തന്റെ ആയുഷ്കാലം മുഴുവൻ സമൃദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കും. So to the best of their ability, they tried to kill Jesus with the stripes. അതുകൊണ്ട് ഈ ചാട്ടവാറും കൊണ്ടുള്ള അടിയാൽ തന്നെ കുറ്റവാളിയെ കൊല്ലുവാൻ അവർ പരിശ്രമിച്ചിരുന്നു. Cyrillus was the court historian for Pontius Pilate. പൊന്തിയസ് പീലാത്തോസിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന വ്യക്തിയായിരുന്നു സിറിലിയസ്. He was there to record the events of what happened to Jesus. യേശുവിന് സംഭവിച്ച സംഭവങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാൻ സിറിലിയസ് ആ സ്ഥാനത്തുണ്ടായിരുന്നു. And he explained it this way. താൻ ഇങ്ങനെയാണ് എഴുതിയത്: Jesus received 50 lashes on the back. യേശുവിന്റെ പുറത്ത് 50 അടികൾ ചാട്ടവാറിനാൽ അവൻ ഏറ്റു. And then they turned him over and received 50 lashes on the front. അതിനുശേഷം തിരിച്ച് കിടത്തിയതിനു ശേഷം മുൻവശത്ത് 50 അടികൾ യേശുവിന് കൊടുത്തു. And Cyrillus says that as the whip laid across Jesus' back and the 9 or the 12 straps, they dug into his flesh. സിറിലിയസ് പറഞ്ഞിരിക്കുന്നത് ഓരോ അടിക്കും ചാട്ടവാറിന്റെ വാറുകളിൽ ഉണ്ടായിരുന്ന അസ്ഥി കഷ്ണങ്ങളും വ്യത്യസ്ത സാധനങ്ങൾ ഈ ശരീരത്തിന്റെ മാംസത്തിലേക്ക് തുളച്ചു ചെല്ലുമ്പോൾ, and the pieces of pottery and the pieces of glass and pieces of metal dug deep into his flesh. ഈ ചാട്ടവാറിന്റെ ഓരോ വാറുകളിൽ വെച്ചിരുന്ന ഓരോ വസ്തുക്കൾ ഈ മാംസത്തിലേക്ക് തുളച്ചു ചെല്ലുമ്പോൾ, and as they whipped him, the whip would stick and they would pull it out forcibly. ഈ ചാട്ടവാറിന്റെ വാറുകൾ ആ ശരീരത്തിൽ തറച്ചിരിക്കുകയും അത് വളരെ ശക്തിയോടെ വലിച്ചൂരുകയും And ചെയ്യും. each time they did, large pieces of flesh would come off of Jesus' back. ഓരോ with it. പ്രാവശ്യവും ഓരോ അടി കൊള്ളുമ്പോഴും മാംസ കഷ്ണങ്ങൾ ആ ശരീരത്തിൽ നിന്നും പറഞ്ഞു വന്നു. Before too much longer, Jesus' backbone was exposed. His ribs were exposed and some of the internal organs could be seen. ചില നിമിഷങ്ങൾ കഴിയുന്നതിനോടകം കർത്താവായ യേശുവിന്റെ നട്ടെല്ല് അസ്ഥികളിൽ ഓരോന്നും പ്രത്യക്ഷമായി വന്നു. ചില അവയവങ്ങളും കാണുവാൻ സാധിച്ചു. And then they turned him over and repeated the process on the front. യേശുവിനെ തിരിച്ചു കിടത്തി വീണ്ടും അടുത്ത 50 അടികൾ ചാട്ടവാറിനാൽ കൊടുത്തു. Cyrillus tells us that Jesus could not be recognized as a human being. സിറിലിയസ് പറയുന്നത് യേശുവിനെ മനുഷ്യരൂപത്തിൽ തിരിച്ചറിയുവാൻ കഴിയാത്ത അളവിൽ അവർ അവനെ അടിച്ചു. He was mutilated beyond human recognition. മനുഷ്യർക്ക് കണ്ടാൽ തിരിച്ചറിയുവാൻ കഴിയാത്തതുപോലെ അടിച്ച് ആ ശരീരം വികൃതമാക്കി. But yet the word of God tells us, പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, and Cyrillus agrees, സിറിലിയസ് അംഗീകരിക്കുന്നത്, that Jesus did not say one single word in protest. ഇതിനൊക്കെയും വിപരീതമായി മറുതലിച്ച് യേശു ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. Jesus knew what Isaiah had to say. യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞ വാക്കുകൾ യേശുവിനറിയാം. By his stripes we are healed. അവന്റെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം വന്നു. And you know, when Jesus was taking those stripes upon his body, ആ ശരീരത്തിൽ യേശു അടി കൊള്ളുമ്പോൾ he wasn't doing it for himself. യേശു തനിക്കായിട്ടല്ല അത് സ്വീകരിച്ചത്. He was doing it for us. യേശു നമ്മൾക്കായി ആ അടി കൊള്ളുവാനിടയായി. Jesus lifted his head during the midst of the beating, and he saw us sitting here on this Monday night on this year. ഈ ദിവസം ഈ വർഷം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും യേശു അന്ന് ആ അനുഭവത്തിൽ ആത്മാവിൽ And he കാണുവാനിടയായി. says, I must do it for her cancer.
ഞാനിത് ഇവളുടെ ക്യാൻസർ സൗഖ്യമാകുവാൻ ഈ അടി കൊണ്ടേ മതിയാകൂ. I must do it for his heart condition. ഇവന്റെ ഹാർട്ട് കണ്ടീഷൻ സൗഖ്യമാകുവാൻ ഈ അടി ഞാൻ ഏറ്റേ മതിയാകൂ. I must do it for his brain tumor. അവന്റെ ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകുവാൻ ഈ അടി ഞാൻ കൊണ്ടേ I മതിയാകൂ. must do it for her deaf ears. ഇവളുടെ ആ വലിയ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവളുടെ ചെകിട്ടുള്ള ചെവി സൗഖ്യമാകുവാൻ ഈ അടി ഞാൻ കൊണ്ടേ മതിയാകൂ. If Jesus would have cried for mercy, യേശു ആ സമയം മതി എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ, if he would have objected to this striping, ഈ അടി എനിക്ക് കൊള്ളുവാൻ സാധിക്കുകയില്ല എന്ന് യേശു പറഞ്ഞായിരുന്നെങ്കിൽ, then there would have been no provision for us this night for our healing. നമ്മുടെ സൗഖ്യത്തിന് പിന്നെ വേറൊരു സാധ്യത ദൈവത്തിന്റെ വചനം അരുളി ചെയ്യുന്നില്ല. That cancer would have killed us. ആ ക്യാൻസർ നമ്മളെ കൊന്നുകളയും. The heart condition would have killed us. ആ ഹാർട്ടിന്റെ കണ്ടീഷൻ നമ്മൾക്ക് മരണകരമായി വ്യാപരിക്കും. And there would have been no provision for healing. നമ്മുടെ സൗഖ്യത്തിന് പിന്നൊരു വഴിയില്ല. And Jesus saw us. യേശു നമ്മളെ കണ്ടു. And he says, Father, I must complete the stripes. യേശു പ്രാർത്ഥിച്ചു, പിതാവേ, ഈ അടി ഞാൻ ഏറ്റേ മതിയാകും. The purpose was to kill him. Purpose was to kill him. ആ അടിയുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഇവനെ കൊല്ലണം. But he survived. പക്ഷേ യേശു മരിച്ചില്ല. Now, the Romans felt, റോമൻ ആൾക്കാർ വിചാരിച്ചു, of course, this was paganistic thinking, ഇത് അവരുടെ ജാതകീയമായ ചിന്തയായിരുന്നു. but the Romans felt that if a victim survived scourging, ഈ ചാട്ടവാറിനാലുള്ള അടി ഒരു വ്യക്തി മരിക്കാതെ അത് മുഴുവൻ കൊണ്ടാൽ, then it was the will of the gods for him to be crucified. അങ്ങനെയാണെങ്കിൽ ദേവന്മാരുടെ ഇഷ്ടമാണ് ഈ വ്യക്തി ക്രൂശിക്കപ്പെടണം. Well, Jesus survived. അതെ, യേശു ആ ചാട്ടവാറിന്റെ അടി കൊണ്ടിട്ടും ജീവിച്ചു. So now they had to stop the flow of blood. ഇനിയിപ്പോൾ ആ ശരീരത്തിൽ നിന്നും വാർന്നൊഴുകുന്ന രക്തത്തിന്റെ ആ ഒഴുക്ക് നിന്നേ മതിയാകും. With this intense, brutal beating that Jesus received, യേശുവിന് നൽകപ്പെട്ട ആ വലിയ അടി നിമിത്തം he could have easily bled to death in just a few minutes. ചില നിമിഷങ്ങൾ കൊണ്ട് ആ ശരീരത്തിൽ നിന്നും രക്തം മുഴുവൻ വാർന്ന് യേശു മരിക്കുവാൻ സാധ്യതയുണ്ട്. Excuse me a moment. So they had to stop the bleeding. അതുകൊണ്ട് ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോകുന്ന ആ രക്തത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കണം. Now, they could have wrapped him in bandages or blankets. ഒരു പക്ഷേ ബാൻഡേജോ ബ്ലാങ്കറ്റോ വല്ലതും പൊതിഞ്ഞ് ആ രക്തം നിർത്തുവാൻ സാധിക്കും. But they did not. That was not the Roman way. അങ്ങനല്ല റോമൻ ആൾക്കാർ ചെയ്തു വന്നത്. After Jesus withstood this beating, ഈ അടിയെല്ലാം കൊണ്ടതിന് ശേഷം they picked him up യേശുവിനെ എടുത്ത് and immersed him in a tank. ഒരു ടാങ്കിൽ മുക്കുവാനിടയായി. And this tank was filled with salt water. ഉപ്പുവെള്ളം നിറഞ്ഞ ആ ടാങ്കിലാണ് ആ ശരീരം മുക്കുന്നത്. It did stop the flow of blood. അത് രക്തത്തിന്റെ ഓട്ടം നിർത്തും. But can you imagine the intense pain പക്ഷേ ആ associated വേദന with it? ആർക്കെങ്കിലും ഊഹിക്കുവാൻ സാധിക്കുമോ? But Jesus didn't say a word. പക്ഷേ യേശു മൗനമായി അത് സഹിച്ചു. He was brought out before Pilate. അതിനുശേഷം പീലാത്തോസിന്റെ മുൻപിൽ യേശുവിനെ കൊണ്ടുവന്നു. And Pilate says to the people, അവിടെ നിൽക്കുന്ന ജനത്തോട് പീലാത്തോസ് പറയുകയാണ്, behold the man. ആ പുരുഷൻ ഇതാ. Look what I have done to him. ഈ മനുഷ്യന് നൽകപ്പെട്ടത് എന്ത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. He is not a man. ഇതൊരു മനുഷ്യനല്ല. He is a blob of torn flesh and blood. ശരീരം മുറിഞ്ഞ ഒരു ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ. He is unrecognizable. ഇവനെ ആർക്കും തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. Doesn't this satisfy your lust for blood? നിങ്ങളുടെ ആഗ്രഹം ഇവനിൽ സാധിച്ചില്ലയോ? Isn't your thirst for blood quenched with this action of what I have done to ഞാൻ ഈ him? ചെയ്തത് നിമിത്തം നിങ്ങളുടെ ക്രോധം ശമിച്ചില്ലയോ? And the next cries from their mouth was, crucify him. പെട്ടെന്ന് അവിടെ നിന്നുണ്ടായ ശബ്ദം, അവനെ ക്രൂശിക്കുക, Away with him. അവനെ കൊണ്ട് ക്രൂശിക്കുക. Pilate washed his hands. I said, I'm not guilty of the death of this innocent man. പീലാത്തോസ് അവന്റെ കൈകൾ കഴുകി, ഈ
നിഷ്കളങ്കനായ മനുഷ്യന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കരങ്ങൾ കൈ കഴുകി. And Jesus was led away to be crucified. യേശു ക്രൂശിക്കപ്പെടുവാനായി കൊണ്ടുപോയി. Cyrilius tells us it took Jesus and those who were crucified with him about 2.5 hours to get to the place of judgment. ആ ന്യായവിധിക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനായി നിയമിക്കപ്പെട്ട സ്ഥലത്തെത്തുവാൻ 2.5 മണിക്കൂർ എടുത്തു എന്ന് സിറിലിയസ് We don't know when Simon came into the picture. കുറിയനക്കാരനായ ശിമോൻ ആ സ്ഥലത്ത് എപ്പോൾ എത്തിയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. He may have helped Jesus with the cross at the beginning, maybe the end, we don't know. ഒരുപക്ഷേ ക്രൂശീകരണത്തിന് ആ ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്ന ആദ്യത്തെ സ്ഥലത്ത് നിന്നോ അതോ ഒടുവിലായിട്ടാണോ അറിയത്തില്ല എവിടെ വെച്ചാണ് യേശുവിനെ കണ്ടതെന്ന്. But when the Romans crucified, they had the place of crucifixion was they had a hole in the exposed bedrock about this deep. ഏകദേശം 2.5 അടി 2.5 അടിയുള്ള ഒരു കുഴി ഒരു പാറയ്ക്കകത്ത് കുഴിച്ചാണ് ക്രൂശീകരണത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. And the vertical part of the cross was always in place. ഉയർന്നിരിക്കുന്ന ആ ഭാഗം എപ്പോഴും അവിടെ തന്നെ തറച്ചു വെച്ചിരിക്കും. And so when Jesus bore the cross, that they said, it was the horizontal cross member. ഈ യേശു ക്രൂശ് വഹിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ആ ക്രൂശിന്റെ മുഴുവൻ ഭാഗവും ചുമന്നുകൊണ്ടല്ല യേശു പോയത്. അതിന്റെ നേരെ ഉയർന്നിരിക്കുന്ന ഭാഗം ആ പാറയ്ക്കകത്ത് തന്നെ കുഴിച്ചു വെച്ചിരിക്കും. മറ്റേ ഭാഗം മാത്രമേ കൈകൾ തറയ്ക്കുന്ന ഭാഗം മാത്രമേ എടുത്തുകൊണ്ട് കുറ്റവാളി നടക്കുകയുള്ളൂ. But that horizontal member, it weighed about 100 to 120 kilos. ഏകദേശം 120 കിലോ വരെ ഭാരമുള്ള ഒരു തടിക്കഷ്ണമാണ് ആ തടിക്കഷ്ണം. Can you imagine Jesus carrying that under the condition that he was in? അവനെ ചാട്ടവാറിനാൽ അടിച്ചതിന് ശേഷം ഇത്രയും ഭാരമുള്ള ഒരു തടിക്കഷ്ണം ചുമക്കുവാൻ യേശുവിന് സാധിക്കുമോ എന്ന് ചിന്തിച്ചു നോക്കുക. That day, that judgment day of the Romans, April the 2nd, Jesus was the only one who was crucified for treason. ആ ഏപ്രിൽ 2-ാം തീയതി ക്രൂശിക്കപ്പെട്ട ക്രൂശീകരണത്തിൽ രാജ്യദ്രോഹം എന്ന കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട ഒറ്റ വ്യക്തിയുള്ളായിരുന്നു, അത് യേശുവായിരുന്നു. So Jesus was the only one who had to endure 100 stripes. അതുകൊണ്ട് യേശു മാത്രം 100 അടി ചാട്ടവാറിനാൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ളൂ. So Jesus endured the maximum penalty for the crime. ആ കുറ്റത്തിന് ഏറ്റവും വലിയ ശിക്ഷ യേശു അവിടെ ഏറ്റെടുത്തു. Once they got to the site of crucifixion, the horizontal piece was laid down. ക്രൂശീകരണത്തിന്റെ സ്ഥലത്തെത്തിയപ്പോൾ തടിക്കഷ്ണം നിലത്ത് വെച്ചു. Those who were accused of robbery or anything else, their hands were tied to the horizontal piece. മോഷണം മറ്റു പല കുറ്റങ്ങൾക്കും പിടിച്ചവരുടെ കരങ്ങൾ ക്രൂശിനോട് ചേർത്ത് കെട്ടി. But those who were accused of treason, their hands were nailed. പക്ഷേ രാജ്യദ്രോഹം എന്ന കുറ്റത്തിന് കുറ്റം വിധിക്കപ്പെട്ടവരുടെ കരങ്ങൾ ക്രൂശിനോട് ചേർത്ത് ആണി വെച്ച് അടിച്ചു. After the nailing of the hands, then the horizontal piece was raised and put in place on the top of the vertical piece. കരങ്ങൾ രണ്ടും ക്രൂശിൽ വെച്ച് ആണി വെച്ച് അടിച്ചതിന് ശേഷം അതിനുശേഷം ആ ഒരു തടിക്കഷ്ണം എടുത്ത് നേരെ നാട്ടിവെച്ചിരിക്കുന്ന ക്രൂശിന്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് ചേർത്തടിക്കും. Now at the top of the vertical pole, there was a U-shaped channel that was cut in the top. ആ ഉയർന്നിരിക്കുന്ന നാട്ടിവെച്ചിരിക്കുന്ന ക്രൂശിന്റെ ഒരു ഭാഗത്തിന്റെ മുകളിൽ ഒരു യു ഷേപ്പിൽ ഒരു ചെറിയ കട്ടിംഗ് പോലെ അതിന്റെ അകത്തേക്ക് ചില സംഗതികൾ ഇറക്കി വെക്കാൻ തക്കതുപോലെ ഒരു കട്ടിംഗ് ഉണ്ടായിരിക്കും. And the horizontal piece was dropped into that channel and then secured to the vertical piece. അങ്ങനെ ഈ കരങ്ങൾ ആണിവെച്ച് അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഭാഗം ആ നാട്ടിവെച്ചിരിക്കുന്ന ഭാഗത്തിലോട്ട് കൊളുത്തിയിടുകയും അവിടെ അത് കെട്ടിവെച്ച് അങ്ങനെ ക്രൂശിന്റെ പൂർത്തീകരണത്തിലെത്തും. So when that horizontal piece was raised, Jesus was lifted up and had to hang his entire weight upon the nails from his hands. അങ്ങനെ തന്റെ കരങ്ങൾ ആ തടിക്കഷ്ണത്തോട് ചേർത്ത് ആണികളാൽ അടിച്ച് ആ തടിക്കഷ്ണം മുകളിലേക്ക് ഉയർത്തുമ്പോൾ ആ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും ആ ആണികൾ തറച്ച കരങ്ങളിൽ ഇതാ ഭാരം മുഴുവൻ താങ്ങുകയാണ്. And then they dropped the piece into place. അതിനുശേഷം ആ തടിക്കഷ്ണം ശരീരം ഉൾപ്പെടെ
ആ ക്രൂശിന്റെ നാട്ടിവെച്ചിരിക്കുന്ന ആ സ്തംഭത്തിലേക്ക് കൊളുത്തിയിടും. The pain must have been terrific on his hands. ആ വേദന വലിയ വേദനയായിരുന്നു. After this, there was a technique that the Romans had borrowed from the Persians. പെർഷ്യൻ സംസ്കാരത്തിൽ നിന്നും റോമൻ ആൾക്കാർ ഏറ്റെടുത്ത ഒരു പ്രത്യേക കാര്യം ഇവിടെ കാണുവാൻ സാധിക്കും. Because with the hands outstretched, ഈ കരങ്ങൾ ഇങ്ങനെ നീട്ടിവെച്ചിരിക്കുമ്പോൾ the entire body was then forcibly racked like this. ആ ശരീരം മുഴുവൻ ഒന്ന് തിരിക്കുവാൻ അവർ പരിശ്രമിക്കും. And so while Jesus was like this, then there was a stake that was driven through his hip in order to secure him in that position. ആ സ്ഥാനത്ത് നിൽക്കുവാൻ ഹിപ്പിന്റെ അകത്തൂടെ ഒരു 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 തടിയുടെ കഷ്ണം അടിച്ചു കയറ്റും. Now this wooden or metal stake did not go through the bone. ഈ തടി കഷ്ണമോ ഇല്ലെങ്കിൽ മെറ്റൽ കഷ്ണമോ ഇത് അസ്ഥികൾ തുളച്ചില്ല. It went underneath the bone and secured to the vertical cross. ഈ തടി കഷ്ണം ഇല്ലെങ്കിൽ ഈ മെറ്റൽ കഷ്ണം അത് മാംസം തുളച്ച് അത് ഈ ക്രൂശിലേക്ക് ചേർത്ത് ഈ കുറ്റവാളിയെ തറച്ചിരുന്നു. And so Jesus had to balance on that steel or that metal stake with the raw bone of his hip resting on at all times. ആ അസ്ഥി ഈ തടി കഷ്ണത്തിൽ വെയിറ്റ് കൊടുത്തുകൊണ്ട് ശരീരത്തെ അവിടെ ബാലൻസ് ചെയ്ത് നിർത്തുവാൻ പരിശ്രമിക്കും. And every time he would move, excruciating pain went through his body. ഓരോ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് അനങ്ങുമ്പോൾ വലിയ വേദന ആ ശരീരത്തിൽ ഉണ്ടാകും. Next, they nail the feet. അതിനുശേഷം മാത്രമേ കാലുകൾ തറയ്ക്കുകയുള്ളൂ. You know, our body is made perfectly by our God. നമ്മുടെ ദൈവം നമ്മുടെ ശരീരം സൃഷ്ടിച്ചത് ഏറ്റവും നന്നായിട്ടും ഏറ്റവും വലിയ അത്ഭുതമായിട്ടുമാണ്. Every organ and every joint of our body has nerves connected to it. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഓരോ ജോയിന്റിലും നെർവ്സ് ഞരമ്പുകളുണ്ട്. And those nerves end at the bottom of our feet. ഓരോ നെർവ്സും അത് അവസാനിക്കുന്നത് നമ്മുടെ കാലിന്റെ വെള്ളയിലാണ്. Now God has enabled us to walk on our feet. നമ്മുടെ കാലിൽ ബാലൻസ് ചെയ്ത് നടക്കുവാൻ ദൈവം നമ്മൾക്ക് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെ. And as we walk, those nerve endings are massaged and it allows the organ and the joint to function properly. നമ്മൾ നടക്കുമ്പോൾ ഈ നെർവ്സ് മസാജ് ആകുകയും അതിന് തിരുമുന്നത് പോലെ ബ്ലഡ് അതിനൊരു എഫക്റ്റ് ഉണ്ടാകുകയും നമ്മുടെ ഓരോ അവയവങ്ങളും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യും. This is one reason why physicians tell us it's so important to walk, because it makes your body function correctly. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ അധികം നടക്കണം. കാര്യം നടക്കുന്തോറും നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അധികം നന്നായി വർക്ക് ചെയ്യുവാൻ ഇടയാകും. Now those of you in this society where you walk much more than Americans do, you're healthier than Americans. ഈ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അധികം നടക്കുവാൻ നമ്മൾക്ക് അവസരവും സാധ്യതയും അതിന്റെ സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ട് അല്പം പോലും നടക്കുവാൻ മടിക്കുന്ന പല അമേരിക്കക്കാരെക്കാളും നല്ല ആരോഗ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. Now if the foot is punctured from the bottom or if the foot is cut off, there is no effect to the rest of the body. ശരീരത്തിന്റെ കാലിന്റെ വെള്ളയ്ക്ക് ഒരു മുള്ളു കൊള്ളുകയോ ഇല്ലെങ്കിൽ ഒരു പക്ഷേ കാലിന്റെ പാദം മുറിച്ചു കളയുകയോ ചെയ്താൽ പോലും ശരീരത്തെ അത് വല്ലാതെ ബാധിക്കുകയില്ല. But if the foot is pierced from the top, like in the case of Jesus and his feet being nailed, പക്ഷേ കാലിന്റെ വെള്ളയിൽ നിന്ന് തുളച്ചു കയറുന്നതല്ല, പകരം യേശു കർത്താവിന്റെ കാലുകളിൽ ആണി തറച്ചതുപോലെ മുകൾ വശത്തു നിന്ന് ആണി അടിച്ചാൽ, then these nerve endings are forcibly blown apart. ആ nerve endings മുഴുവനും അത് അകലുവാൻ ഇടയായിത്തീരും. And then when that happens, then it causes the symptoms of a major disorder in the body. ആ nerve endings അകലുമ്പോൾ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും അതിന്റെ പ്രവർത്തനം കാര്യമായി വ്യത്യാസമുണ്ടാകും. So the instant that the nails went through Jesus' feet, യേശുവിന്റെ കാലുകളിലേക്ക് ആണി അടിച്ചു കയറ്റിയപ്പോൾ, at the same time and instantaneously, Jesus had the pain and the symptoms of every disease known to mankind. ആ കാലുകളിൽ ആണി കയറുന്ന നിമിഷം തന്നെ ഓരോ അവയവത്തിലും ഇന്ന് ഭൂമിയിൽ
മെഡിക്കൽ സയൻസിന് അറിയാവുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന സകല രോഗങ്ങളുടെയും സകല വേദനയും സകല രോഗത്തിന്റെ അടയാളങ്ങളും യേശുവിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടു വന്നു. Now, Jesus did not have the disease. He just had the pain and the symptoms associated with every disease that affects every organ in the body. യേശുവിന് ആ രോഗമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. പകരം ഓരോ രോഗത്തിന്റെയും ആ വേദനയും ഓരോ രോഗത്തിന്റെ സകല അടയാളങ്ങളും ആ ശരീരത്തിൽ യേശു വഹിച്ചു. So instantly and at the same time, Jesus had the pain of a migraine headache, of heart attack, of cancer, of cirrhosis of the liver. ഓരോ നിമിഷവും യേശുവിന് ക്യാൻസറിന്റെയും ലിവർ സിറോസിസിന്റെയും അതുപോലെ ഹാർട്ട് അറ്റാക്കിന്റെയും മൈഗ്രെയിന്റെയും സകലത്തിന്റെയും വേദന ഒരുമിച്ച് താൻ ആ കാൽവറി ക്രൂശിൽ And everything else you can think of. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്ന സകല രോഗത്തിന്റെയും വേദന. But the Word of God records പക്ഷേ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, the next words of Jesus. യേശുവിന്റെ അടുത്ത വാക്കുകൾ. The first words that was recorded of him since the scourging. ചാട്ടവാറിനാൽ അടിക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. Or since he actually was before Pilate. പീലാത്തോസിന്റെ മുൻപിൽ വന്നതിന് ശേഷം കർത്താവായ യേശു പറയുന്ന ആദ്യത്തെ വാക്കുകൾ ശ്രദ്ധിക്കുക. Now the cross or the feet were only about 8 to 10 inches above the ground. ഈ കാലുകൾ ഭൂമിയിൽ നിന്നും ഏകദേശം 8-10 ഇഞ്ചോളം മാത്രമേ ഭൂമിയിൽ നിന്നും പൊങ്ങിയിരിക്കുകയുള്ളൂ, ഒരു അടിയിൽ താഴെ. So the medieval pictures that you see about Jesus being 10 feet in the air, no. പല പടങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ 10 അടി ഉയരത്തിൽ ക്രൂശിക്കപ്പെട്ട ഒരു ചിത്രമല്ല അവിടെ. Jesus' feet would have been equal to the top of the stage and the ground, the bottom of the stage. ഈ സ്റ്റേജിന്റെ മുകൾ വശത്ത് യേശുവിന്റെ പാദങ്ങൾ നിൽക്കുന്നെങ്കിൽ ആ പാറക്കഷ്ണം ആ ഭൂമി ഈ ലെവലിലായിരുന്നു. And the accusers were allowed by Rome to stand around the cross for the first 2 hours. ആദ്യത്തെ 2 മണിക്കൂറുകൾ ഇവനെ കുറ്റം വിധിച്ച ആൾക്കാർ ആ ക്രൂശിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് അനുവാദമുണ്ട്. So the priests were there, the Pharisees were there, the Sadducees were there, belittling him and accusing him and laughing at him. അങ്ങനെ ആ പുരോഹിതന്മാർ, അവിടെയുള്ള പരീശന്മാർ, സദൂക്യർ ഇവരൊക്കെയും അടുക്കൽ വന്ന് കളിയാക്കുകയും നിന്ദിക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയും ഒക്കെ അവിടെ വന്ന് ചെയ്തു. So they were not far from Jesus' face. അങ്ങനെ അവർ യേശുവിന്റെ മുഖത്തിൽ നിന്നും വളരെ അകലെയല്ലായിരുന്നു. But Jesus looked at them. പക്ഷേ യേശു അവരെ നോക്കി. And the first things that recorded out of his mouth ആദ്യത്തെ യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. is, Father, forgive them. പിതാവേ, ഇവരോട് ക്ഷമിക്കണം. They know not what they do. ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. But you know, we in our sins, നമ്മൾ നമ്മുടെ പാപങ്ങളിൽ we were just as guilty of accusing him as they were. ഈ പുരോഹിതന്മാർ, പരീശർ, സദൂക്യർ അവർ യേശുവിനെ കുറ്റം വിധിച്ചതിനേക്കാൾ നമ്മൾക്കൊരു വ്യത്യാസവുമില്ല. And so not only was Jesus looking at them, അവരെ മാത്രം നോക്കിയല്ല യേശു പ്രാർത്ഥിച്ചത്, but Jesus was looking at us here നമ്മളെ tonight. നോക്കി യേശു പ്രാർത്ഥിക്കുകയാണ്. And he was looking into your eyes. യേശു നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി And he പ്രാർത്ഥിക്കുകയാണ്. was saying, Father, forgive them. യേശു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയായികയാൽ ഇവരോട് They ക്ഷമിക്കണം. don't realize what they're doing. ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയുന്നില്ല, Forgive them. അവരോട് ക്ഷമിക്കണം. The Father was very gracious to his Son. പിതാവ് തന്റെ മകനോട് കരുണ കാണിച്ചു. Crucifixion normally does not kill the victim. ക്രൂശീകരണത്തിൽ കൂടെ പോകുന്ന ഒരാൾ പെട്ടെന്ന് മരിക്കാറില്ല. A victim normally dies between 9 to 14 days after the crucifixion. ക്രൂശീകരണം ചെയ്യപ്പെട്ട ഒരു വ്യക്തി സാധാരണഗതിയിൽ 9 to 14 days. സാധാരണഗതിയിൽ 9 ദിവസങ്ങൾ വരെ ഇല്ലെങ്കിൽ 14 ദിവസങ്ങൾ വരെ 9നും 14 ദിവസങ്ങളിലും വരെ ജീവിച്ചിരുന്നതിന് ശേഷം മാത്രമേ ക്രൂശീകരിക്കപ്പെട്ട ഒരു വ്യക്തി സാധാരണ മരിക്കുകയുള്ളൂ. The Roman guard leaves after 24 hours. 24 മണിക്കൂർ കഴിയുമ്പോൾ റോമൻ പടയാളികൾ ആ ക്രൂശിക്കപ്പെട്ട വ്യക്തിയെ അവിടെ ഇട്ടിട്ട് അവരങ്ങ് പോകും. So there's no protection for the body. പിന്നെ ആ ശരീരത്തിന് ഒരു കാവലില്ല. And after the Roman guard leaves, റോമൻ പടയാളികൾ പോയതിനു ശേഷം then birds, vultures, scavengers pick out the eyes and the tongue and the portions of the body. പക്ഷികൾ വന്ന് ആ ശരീരത്തിൽ നിന്നും കണ്ണും ഓരോ അവയവങ്ങൾ പറിച്ചു കൊണ്ടുപോകും ജീവനോടിരിക്കുമ്പോൾ തന്നെ. And the victim can do nothing about it. He can't try to shoo them away. He just has to do this.
ആ കിടക്കുന്ന ആളിന് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. കൈകൾ രണ്ടും തറയ്ക്കപ്പെട്ടിരിക്കുകയാൽ അവിടെ കിടന്ന് അത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. And then because the lower part of the body is so close to the ground, ആ ശരീരത്തിന്റെ കാലുകൾ ഭൂമിയോട് ഏറ്റവും അടുത്തിരിക്കുകയാൽ, then scavengers, dogs and fox, and they will tear at the legs and literally eat the man alive. ആ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ നായ്ക്കളും കുറുക്കനും ഒക്കെ വന്ന് ആ കാലിൽ നിന്നും മാംസം പച്ചയ്ക്ക് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കടിച്ചു തിന്നും. And that's what causes the death. അങ്ങനെയാണ് ആൾക്കാർ മരിക്കുന്നത്. But the Father was merciful to his Son. പക്ഷേ പിതാവ് യേശുവിനോട് കരുണ കാണിച്ചു. Because the Son of God died in just 6 hours. കാര്യം യേശു 6 മണിക്കൂർ കൊണ്ട് മരിച്ചു. No greater mercy could be given by the Father. അതിനേക്കാൾ വലിയ കരുണ എങ്ങനെ കാണിക്കുവാൻ സാധിക്കും? But he did it for us. പക്ഷേ നമ്മൾക്കായി കർത്താവ് അത് ചെയ്തു. But you know, that death on the cross, that was not the end of the story. ഈ ക്രൂശിലെ മരണം കഥയുടെ അവസാനമല്ല. Because Jesus was laid to rest in the tomb of Joseph of Arimathea. അരിമത്യക്കാരനായ യൗസേഫിന്റെ കല്ലറയിൽ യേശു അടക്കപ്പെട്ടതിനാൽ. Now, anyone who died from treason, രാജ്യദ്രോഹത്തിന് കുറ്റം വിധിക്കപ്പെട്ട് മരിച്ച വ്യക്തികൾ, Caesar himself claimed that person as his own. കൈസർ തന്നെ ആ വ്യക്തിയുടെ സ്വന്തമായി അംഗീകരിക്കും. And the justification is, not only do I own you in life, I own you in death. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണത്തിലും എനിക്ക് നിന്റെ ശരീരത്തിന്മേൽ ഒരു ചുമതലയുണ്ട്. And so Tiberius Caesar, anyone who was accused of treason, he says, I own you, even in death. മരിച്ചു കഴിഞ്ഞാലും നിന്റെ ശരീരം എന്റേതാണ് എന്ന് ആ കൈസർ പ്രഖ്യാപിക്കും. But Tiberius was a little bit crazy. ടൈബീരിയസ് കൈസർ അല്പം മനസ്സിൽ അല്പം ഭ്രാന്തുള്ളവരായിരുന്നു. But because as a result of what he felt like he owned, which were these dead bodies of people who were treasonous, ഈ രാജ്യദ്രോഹത്തിൽ ക്രൂശിക്കപ്പെട്ട വ്യക്തികൾ അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരം എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് he was extremely possessive of them. അവരെ കുറിച്ച് ഈ കൈസർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചു. And under the reign of Tiberius, if anyone tried to rob the grave of a victim of treason, Tiberius would have them crucified. ടൈബീരിയസ് കൈസർ ഭരിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ മരിച്ച കുറ്റവാളികളുടെ ശരീരം ആരെങ്കിലും മോഷ്ടിച്ചാൽ അതിനെക്കുറിച്ച് അവന് ഭയങ്കര പ്രയാസമായിരുന്നു. അവനെ തന്നെ പിടിച്ച് ക്രൂശിക്കും. People have robbed graves since the beginning. കാലത്തിന്റെ ആരംഭം മുതൽ അനേകർ ശവങ്ങൾ മോഷ്ടിച്ച് പതിവുണ്ട്. But Tiberius says, you will not rob my graves or the graves that the people that I own. ഞാൻ ക്രൂശിച്ചു കൊന്ന ഒറ്റ വ്യക്തിയുടെയും ശരീരം ആരും മോഷ്ടിക്കുകയില്ല എന്ന് ടൈബീരിയസ് കൈസർ തീരുമാനിച്ചു. So when Matthew records how the chief priests and the religious leaders came to Pilate asking him to set a guard for the tomb, it was logical. മത്തായിയുടെ സുവിശേഷത്തിൽ മഹാപുരോഹിതന്മാർ വന്ന് ഈ ശരീരം ആരും കൊണ്ടുപോകാതിരിക്കുവാൻ അവിടെ കല്ലറ ഉറപ്പാക്കണമെന്ന് പറയുന്ന കാര്യം കാണുവാൻ സാധിക്കും. Because Pilate knew this. പീലാത്തോസിന് ഒരു കാര്യം അറിയായിരുന്നു. If Jesus' body was stolen while he was governor, then he would have to take his place. പീലാത്തോസിന് ഒരു കാര്യം അറിയാമായിരുന്നു. ഞാൻ ഗവർണറായി ഭരിക്കുന്ന ഈ സ്ഥലത്ത് എന്റെ അധികാരത്തിന്റെ കീഴിൽ ഈ രാജ്യദ്രോഹത്തിന് ക്രൂശിക്കപ്പെട്ട വ്യക്തിയുടെ ശരീരം ആരെങ്കിലും മോഷ്ടിച്ചാൽ ഞാൻ അടുത്തതായി ക്രൂശിക്കപ്പെടണം. അത് കൈസർ തീരുമാനിക്കും. The emperor would not tolerate the body being stolen. ഈ ശരീരം മോഷ്ടിക്കുവാൻ കൈസർ ഒരിക്കലും സമ്മതിക്കുകയില്ല. So when these religious leaders said that we fear that his disciples will come and steal him, then Pilate moved very quickly and set a guard of 60 Roman soldiers at the tomb of Jesus. ഈ ഒരു പ്രസ്താവന മത നേതാക്കന്മാർ പറഞ്ഞപ്പോൾ പീലാത്തോസ് ഒരു കാര്യം തീരുമാനിച്ചു. അല്പം പോലും സമയം നഷ്ടമാക്കാതെ എത്രയും വേഗം 60 പടയാളികളെ അവിടെ കാവലിനാക്കുക. But Jesus had other ideas. പക്ഷേ
കർത്താവായ യേശുവിന് വേറെ ചില ചിന്തകൾ ഉണ്ടായിരുന്നു. After 3 days, 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ Jesus rose from the dead. മരിച്ചവരുടെ ഇടയിൽ നിന്നും കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു. And when those soldiers came back into town, reported that the grave is empty, Pilate became fearful. പടയാളികൾ വന്ന് യേശുവിന്റെ ശവം വെച്ചിരുന്ന യേശുവിന്റെ ശരീരം വെച്ചിരുന്ന ആ കല്ലറ ഇതാ ഒഴിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് ചില കാര്യങ്ങൾ He ചെയ്തു. says, "Why is the grave empty? ഈ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നത് എങ്ങനെ? Did you go to sleep and the disciples came and stole him?" നിങ്ങൾ ഉറങ്ങിപ്പോയോ? നിങ്ങൾ ഉറങ്ങിയ സമയത്ത് അവന്റെ ശിഷ്യന്മാർ ആ ശരീരം എടുത്തുകൊണ്ട് പോയോ? And Pilate was extremely frightened. പീലാത്തോസ് ഭയപ്പെട്ടു. He pulled together a force of 1,700 soldiers. 1700 പടയാളികളെ താൻ ഒരുക്കി. And he sent them all over the region trying to find out what happened to this body. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുവാൻ അവരെ ആ പ്രദേശം മുഴുവൻ അയച്ചു. Cyrillus, the historian, reports this. സെറലിയസ് എന്ന ചരിത്രകാരൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. And these people looked every place. ഈ 1700 പടയാളികൾ ആ പ്രദേശമൊക്കെയും They അന്വേഷിച്ചു. interrogated his friends, അവരുടെ സ്നേഹിതരോട് ഇവർ സംസാരിച്ചു. his disciples, അവന്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു. and everyone that knew him. അവനെ അറിഞ്ഞ ഓരോരുത്തരോടും അവർ സംസാരിച്ചു. And Cyrillus tells us that he received a large volume of information. സിറിലിയസ് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ അളവിൽ അനേക പ്രൂഫ് ലഭിക്കുവാനിടയായി. But in none of the interrogations and in none of the testimonials was there even a hint of anyone who know anyone that knew about stealing Jesus. ഈ ഒത്തിരി രേഖകൾ ശേഖരിച്ചതിന്റെ അകത്ത് ഒരു രേഖയിൽ പോലും ആരും അവരുടെ അഭിപ്രായം പറഞ്ഞെടുത്ത പോലും യേശുവിന്റെ ശരീരം അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ മോഷ്ടിക്കുവാൻ ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുവാൻ പരിശ്രമിച്ചതിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. And so when the report came back, Cyrillus gave a final statement to Pilate. ആ റിപ്പോർട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സിറിലിയസ് പീലാത്തോസിന് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്. He says, "I myself have gone to the tomb." ഞാൻ വ്യക്തിപരമായി ആ കല്ലറയിൽ ചെന്നു. And I cannot say who this man Jesus was if is truly he was a man. ഈ മനുഷ്യനായ യേശു ഇവൻ ആരാണ് എന്ന് എനിക്ക് വാസ്തവമായി പറയുവാൻ സാധിക്കുന്നില്ല. എന്റെ ചോദ്യം, ഇവൻ മനുഷ്യനായിരുന്നോ? But I suspect through his own power, that of divine power, he is no longer there. അവന്റെ സ്വന്തം ശക്തിയാലല്ല, പക്ഷേ ഏതോ ഒരു ദൈവിക ശക്തിയാൽ അവൻ അവിടെ ഇല്ല എന്ന് മാത്രം ഞാൻ രേഖപ്പെടുത്തുന്നു. And as I have seen, the tomb is empty. ഞാൻ കണ്ടു, ദൃക്സാക്ഷിയാണ്, ആ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. Well, that report took it out of the hands of Pontius Pilate. It took it out of the investigation out of Pilate's hands. ആ ഇൻവെസ്റ്റിഗേഷൻ പീലാത്തോസിന്റെ കയ്യിൽ നിന്നും അവർ മാറ്റി. And so then Tiberius Caesar ordered the commander of the armed forces of that region, the governor general, to take over the investigation. പീലാത്തോസിന്റെ വാക്കുകൾ വിശ്വസിക്കാതെ തിബറിയാസ് കൈസർ ഒരു കാര്യം ചെയ്തു. ആ പട്ടാളത്തിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന അധികാരിയെ ഈ കാര്യത്തിൽ അന്വേഷണം ഏൽപ്പിച്ചു. He chose 700 crack soldiers to do the investigation. 700-ൽ പരം പടയാളികൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുവാനായി അവർ നിയമിച്ചു. The governor general's court historian name was Prakitas. പ്രാക്ടസ് എന്ന പേരുള്ള ഈ ഗവർണർ ജനറലിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന വ്യക്തി ഇങ്ങനെ പറയുന്നു. And he accompanied these troops. ഈ 700 പേരോടൊപ്പം ഈ ചരിത്രം രേഖപ്പെടുത്തുന്ന വ്യക്തിയും ആ പ്രദേശത്ത് വന്നു. And they looked at under every rock, under every crack, in every home, in every business, every place they searched. അവർ ഓരോ ഭവനങ്ങൾ, ഓരോ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ അന്വേഷണം തുടർന്നു. And they were not kind. അവർ ഒട്ടും ദാക്ഷിണ്യം കാണിച്ചില്ല. They were very ruthless in their interrogations. അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും അവരുടെ കണ്ടുപിടുത്തങ്ങൾ അവർ നന്നായി നടത്തുവാൻ അവർ യാതൊരു ദാക്ഷിണ്യം കാണിച്ചില്ല. Assuring the one that they were interviewing that we will kill you if you do not tell us the truth. ഞങ്ങൾക്ക് കേൾക്കുവാൻ
ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളുടെ മറുപടി നേരോടെ നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും എന്നുള്ള ഉറപ്പ് നൽകിയതിനു ശേഷമാണ് ചോദ്യങ്ങൾ Their ചോദിച്ചത്. 2-week investigation was ruthless. അവരുടെ ചോദ്യങ്ങൾക്ക് വളരെ കാഠിന്യമുള്ളതായിരുന്നു. But at the end, പക്ഷേ ഒടുവിൽ they also found no evidence that Jesus was stolen. യേശുവിന്റെ ശരീരം ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി എന്നവർക്കും യാതൊരു രേഖയും ലഭ്യമായില്ല. Praxedes gave his report that was sent to Tiberius Caesar. പ്രാക്ടിസ് എന്ന ആ ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കൈസർക്ക് നൽകി. And he says this, ഇങ്ങനെ താൻ രേഖപ്പെടുത്തി, we found many reports of the goodness of this man. ഈ മനുഷ്യന്റെ നല്ല പ്രവർത്തികളുടെ അനേക റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. We found many who were changed in their lives because of him. പലരുടെ ജീവിതം സ്വാധീനിക്കുവാൻ ഈ മനുഷ്യന്റെ ജീവിതം പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചു. Many gave testimony to healings and miracles. അനേക അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നടന്നതായി അനേകർ സാക്ഷ്യം പറഞ്ഞു. But none gave evidence that he had been stolen by anyone. പക്ഷേ ഈ ശരീരം കല്ലറയിൽ നിന്നും എടുത്തോണ്ട് പോയതായി ആരും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. So the only thing that I can conclude is this. ചരിത്രകാരൻ പറയുന്നു, എനിക്ക് ആകപ്പാടെ പറയുവാൻ സാധിക്കുന്ന ഒറ്റ അഭിപ്രായം ഇതാണ്: He is not a man as we know men. നമ്മൾ മനുഷ്യരെ അറിയുന്നത് പോലെ ഈ യേശു ഒരു സാധാരണ മനുഷ്യനല്ല. He is divine. ഇവൻ ഒരു ദിവ്യത്വമുള്ള ഒരു പുരുഷനാണ്. And his empty tomb proves that by his own power he is no longer there. തന്റെ ഒഴിഞ്ഞുകിടക്കുന്ന കല്ലറ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നു: തന്റെ ശക്തി നിമിത്തം താൻ അവിടെയില്ല. Now during this time the disciples of Jesus were part of those that were interrogated. ഈ സമയം യേശുവിന്റെ ശിഷ്യന്മാരും ഈ ചോദ്യോത്തരത്തിന് വിധേയരായി. It was also during this time that Jesus was revealing himself to many people in 40-day period. ഈ സമയത്താണ് 40 ദിവസം അനേകർക്ക് യേശു പ്രത്യക്ഷനാകുന്നതും. But these believers in Jesus felt that they needed to get together and they needed to maybe develop a plan of what to do now. ഈ യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിൽ വിശ്വസിച്ചവരും അവർ ഒരുമിച്ച് കൂടി തുടർന്ന് മുൻപോട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിച്ചു. Many of them had been ruthlessly interrogated. പലരെയും വളരെ കഠിനമായി ചോദ്യം ചെയ്തു. And so they got together in the hills of Ramoth, which is between Bethlehem and Jerusalem. ബെത്ലഹേമിനും യെരൂശലേമിനും ഇടയിലുള്ള Bethlehem and Jerusalem. The mountains of Ramoth. റമോത്ത് എന്ന പേരുള്ള ആ പർവ്വതങ്ങളിൽ ഇവർ ഒരുമിച്ച് കൂടി. Now this was not a secret meeting. ഇത് ഒരു രഹസ്യ കൂട്ടമല്ല. It was just a meeting of the followers of Jesus, and they were all men. There were no women included with that, just to get away and talk about it. ഇതിനെക്കുറിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാൻ സ്ത്രീകൾ ആരും വന്നില്ല, പുരുഷന്മാർ മാത്രം ആ പർവ്വതങ്ങളിൽ ഒരുമിച്ച് കൂടി. There were over 500 of them. 500-ൽ പരം ആൾക്കാർ പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. And the only record that we have is recorded in 1 Corinthians 15. ഇതിനെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾക്ക് ആകപ്പാടെയുള്ളത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ മാത്രമാണ്. About this meeting of the 500 plus. ഈ 500 പേരിലധികം ആൾക്കാർ ഒരുമിച്ച് വന്നതിനെക്കുറിച്ച് അവിടെ മാത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. There was a Roman scribe historian that was there with them recording the events on behalf of Rome. റോമൻ സാമ്രാജ്യത്തിന് പ്രതിനിധീകരിച്ച് ചരിത്രം കുറിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടെ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. His name was Proclusius. പ്രൊക്ലൂസിയസ് എന്ന പേരുള്ള ഈ വ്യക്തി. And he was there to record the events. ആ നടന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തുവാൻ ഈ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. He said for about 2 hours they discussed various aspects. ഏകദേശം 2 മണിക്കൂറോളം ഇവർ പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. What they were going to do if they were interrogated again. ഇവരെ ഇനിയും ചോദ്യത്തിന് വിധേയരാക്കിയാൽ ഇവർ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു. And in the meeting, Peter said that he had actually seen Jesus after raising from the dead. ഈ മീറ്റിംഗിൽ പത്രോസ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം
എനിക്ക് പ്രത്യക്ഷനായി ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പത്രോസ് രേഖപ്പെടുത്തി. And other disciples who were there said that they had seen Jesus. Now the women were not there, but they gave testimony that women were the first to see him after his resurrection. മറ്റ് ശിഷ്യന്മാരും യേശുവിനെ കണ്ടതായി അവരുടെ അനുഭവങ്ങൾ അവിടെ പങ്കുവച്ചു. സഹോദരിമാർ, സ്ത്രീകൾ അവിടെ ഇല്ലായിരുന്നെങ്കിലും സ്ത്രീകളാണ് ആദ്യം യേശുവിനെ കണ്ടത് എന്നുള്ള വസ്തുതയും അവിടെ പറഞ്ഞതായി രേഖപ്പെടുത്തി. And one of the most inspirational testimonies was from Thomas. He says, I actually touched him by putting my hands in his wounds. He is alive and is alive in the flesh. ഇതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സാക്ഷ്യം ഈ റോമൻ ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ സാക്ഷ്യം. അതെ, അവന്റെ ആണിപ്പാടുള്ള കരങ്ങളിൽ എന്റെ വിരൽ ഞാൻ ഇട്ടു, അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു, ആ ശരീരം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഒരു സാക്ഷ്യം ഞങ്ങൾ കേട്ടു. It was not a vision. അതൊരു ദർശനമല്ലായിരുന്നു. It was not a dream. അതൊരു സ്വപ്നമല്ലായിരുന്നു. It was him. അത് യേശു എന്റെ മുൻപിൽ വ്യക്തിപരമായി വന്നു. And then Proclusius tells us that James, the brother of Jesus, stood. അതിനുശേഷം പ്രക്ലൂഷ്യസ് പറയുന്നത് യേശുവിന്റെ സഹോദരനായ യാക്കോബ് എഴുന്നേറ്റ് നിന്നു. James was the most respected of everyone that was there. അവിടുള്ളതിൽ ഏറ്റവും അധികം ബഹുമാനം ലഭ്യമായത് യാക്കോബിനായിരുന്നു പോലും. A very high level of respect. ഏറ്റവും അധികം ആൾക്കാർ മാനിച്ച മാന്യനായ വ്യക്തി ആ കൂട്ടത്തിൽ യാക്കോബായിരുന്നു. And then he made a very surprising statement that nobody knew anything about. ആർക്കും അതുവരെ അറിയാതിരുന്ന ഒരു പ്രത്യേക വാക്ക് ഇതാ യാക്കോബ് ഉച്ചരിച്ചതായി ഈ ചരിത്രകാരൻ പ്രൊക്ലീഷ്യസ് പറയുന്നു. He said, after the death of my brother, എന്റെ സഹോദരന്റെ മരണത്തിന് ശേഷം he came to see me. He came to see me. എന്നെ കാണുവാൻ എന്റെ സഹോദരൻ വന്നു. After his resurrection, I saw him. I talked to him face to face. എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഞാൻ അവനെ മുഖാമുഖമായി കണ്ടു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. And with James's testimonial, the whole place got very excited because they all knew now for sure that Jesus was truly alive. ഈ സാക്ഷ്യം കേട്ടതോടുകൂടി ആ കൂടി വന്ന ഓരോരുത്തരുടെയും ഇടയിൽ വലിയ സന്തോഷം ഉണ്ടായി. കാര്യം ഈ വാക്കുകളോടുകൂടി ഒരു കാര്യം ഉറപ്പായി, യേശു ജീവിച്ചിരിക്കുന്നു. Then Proclusius made the statement that as they were waiting and as they were talking among themselves, a miraculous thing happened. പ്രൊക്ലീഷ്യസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതം അവിടെ നടന്നു. Because in the middle of their conversation, ഈ സംസാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ Jesus appeared to them all. അവർക്കൊക്കെയും പ്രത്യക്ഷമായി യേശു അവരുടെ നടുവിൽ വന്നു. All of the more than 500 who were there, including this Roman scribe, Jesus appeared to them. ഈ റോമൻ വ്യക്തി ഉൾപ്പെടെ ഉള്ള ഈ 500ഓളം പേർ കൂടിയ കൂട്ടത്തിന്റെ നടുവിൽ യേശു വ്യക്തിപരമായി വന്നു. He didn't describe how long Jesus communicated with them, but according to his writings, it seemed to be like maybe less than a half hour. എത്ര നേരം യേശു അവരോട് സംസാരിച്ചു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതിന്റെ വിവരണങ്ങൾ വായിച്ചാൽ അരമണിക്കൂറിൽ കൂടുതൽ യേശു അവിടെ നിന്നതായി വിശ്വസിക്കാൻ സാധ്യതയില്ല. And then he was gone. അതിനുശേഷം യേശു അവിടെ നിന്നും But they all gave testimony of truth to the fact that Jesus was alive. പക്ഷേ അവരൊക്കെയും സാക്ഷ്യം വഹിച്ച ഒരു വിഷയം, യേശു ജീവിക്കുന്നു. Proclusius made his statement directly to Tiberius himself. പ്രൊക്ലൂഷ്യസ് തന്റെ ആ എഴുതിയത് മറ്റുള്ളവരെ കാണിക്കുവാനല്ല, ആരും അറിയാതെ തിബേരിയസ് കൈസറിനെ തന്നെ അയച്ചു. He says, my sovereign, I have lived and I have seen the illogical. യജമാനനെ, ഞാൻ ജീവിച്ചിരിക്കുന്നു, എന്റെ കണ്ണുകളാൽ ബുദ്ധിക്ക് അതീതമായ അത്ഭുതം ഞാൻ കണ്ടിരിക്കുന്നു. I have seen a man who died as a man. മരിച്ചുപോയ ഒരു വ്യക്തി വീണ്ടും ജീവിച്ചിരിക്കുന്നത് എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. But raised as a God. പക്ഷേ അവൻ ദൈവത്തിന്റെ സ്ഥാനം വഹിക്കുന്നതായി ഞാൻ അവനെ കണ്ടു. And I have seen him with my own eyes. എന്റെ സ്വന്തം കണ്ണുകളാൽ ഞാൻ അവനെ കണ്ടിരിക്കുന്നു. Tiberius himself made the final statement concerning the question of Jesus. തൈബീരിയസ് സ്വയമേ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. I know not the truth of this man.
ഈ മനുഷ്യനെ കുറിച്ചുള്ള സത്യം വാസ്തവമായി ഞാൻ അറിയുന്നില്ല. but I do know he is more than a man. പക്ഷേ ഇവൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് ഞാൻ അറിയുന്നു. In fact, he is more than even the gods of Rome. ഇവൻ റോമൻ ദേവന്മാരെക്കാളും ഉയർന്ന ഒരു വ്യക്തി എന്ന് ഞാൻ അറിയുന്നു. And so not only does the word of God confirm the fact that he is alive, യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു എന്നുള്ള വസ്തുത ബൈബിൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല, but Roman history confirms it as well. റോമൻ ചരിത്രം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. And today, ഇന്ന് Jesus is still alive. യേശു ജീവിക്കുന്നു. And he lives within the hearts നമ്മുടെ ഹൃദയത്തിൽ യേശു ജീവിക്കുന്നു. of you. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ. And he is God of gods, King of kings, and Lord of lords. സർവശക്തനായ ദൈവം, രാജാധിരാജാവ്, കർത്താധി കർത്താവായി ഇന്നും ഉയരത്തിൽ വാഴുന്ന യേശുവിന്റെ മക്കളാണ് നമ്മൾ. വിശ്വസിക്കുന്നവർ സന്തോഷമുള്ള കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. താങ്ക് യു ലോർഡ്. He gave one more promise, മറ്റൊരു വാഗ്ദത്തവും യേശു തന്നു. and that promise is to return. ആ വാഗ്ദത്തം ഇതാണ്, ഞാൻ മടങ്ങി വരും. And that could be before we dismiss tonight. ഒരു പക്ഷേ Pastor. ഇന്ന് നമ്മൾ വീട്ടിലെത്തുന്നതിന് മുൻപേ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ സകല സാധ്യതയുമുണ്ട്.